ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 49-ാം ഭാഗമാണ് നമ്മൾ പഠിക്കുക. സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. 272 മുതൽ 280 വരെയുള്ള പേജുകളിലാണ് 49-ാം ഭാഗം ഉള്ളത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുമല്ലോ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, മറ്റെല്ലാവരാലും പരിപൂർണമായി മാറ്റി നിർത്തപ്പെടുമ്പോഴും നിൻ്റെ അനന്തമായ സ്നേഹവും കരുതലും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വർത്തമാന പുസ്തകത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ എത്രമാത്രം അവഗണനകളും മാറ്റി നിർത്തലുമൊക്കെ ഉണ്ടായിട്ടും തോമക്കത്തനാരും കൂട്ടരും റോമിലെത്തുകയും അത്രമാത്രം തീഷ്ണതയോടെ സഭയെ സ്നേഹിക്കുകയും സഭയുടെ കാര്യങ്ങൾക്കായി നിലകൊണ്ടതുപോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ഞങ്ങൾ തളർന്നു പോകുമ്പോൾ സഭയുടെ കൂടെ നിൽക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മന്ദീഭവിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോഴൊക്കെ ഈശോയെ നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നിമിഷം പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. മലങ്കര സഭയുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടം വിവരിക്കുന്ന വർത്തമാന പുസ്തകത്തിലെ 49-ാം പാഠത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ക്ലാസ്സും തുടർന്നുള്ള ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണുക. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 5 പ്രധാന ആശയങ്ങളിലായിട്ടാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം, പോർച്ചുഗൽ രാജാവിൻ്റെ ഇടപെടലും പിന്തുണയും. റോമിലെ പ്രൊപ്പഗാന്ധാ സംഘത്തിൽ നിന്നും അനുകൂലമായ നിലപാടല്ല ഉണ്ടായതെന്ന് അറിഞ്ഞ പോർച്ചുഗലിലെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ രാജാവിനെ വിവരം ബോധിപ്പിച്ചു. സഭയുടെ ഐക്യത്തിനും സുഗമമായ സുവിശേഷ പ്രവർത്തനത്തിനും റോമിൻ്റെ നിസ്സംഗത തടസ്സമാണെന്ന് ബോധ്യപ്പെട്ട രാജാവ് തൻ്റെ സ്ഥാനപതിക്ക് കർശനമായ നിർദ്ദേശം നൽകി. മലങ്കര സഭ പോർച്ചുഗൽ അധികാരപരിധിയിൽ ഉള്ളതാണെന്നും അതിനാൽ പ്രൊപ്പഗാന്ധാ മിഷന്മാരെ അവിടെ നിന്നും ഉടൻ തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, കരിയാറ്റിൻ മെൽപ്പാനെ മെത്രാപ്പോലീത്തയായി നിയമിക്കുന്നു. പോർച്ചുഗലിലെ കയത്താനോസ് പാതിരി വഴിയാണ് ഈ സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കുന്നത്. മലങ്കര സഭയെ നയിക്കാൻ കരിയാറ്റിൻ മെൽപ്പാനെ മെത്രാപ്പോലീത്തയായി വാഴിക്കാൻ പോർച്ചുഗൽ രാജാവ് തീരുമാനിച്ചു. എന്നാൽ ഈ സ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് രാജാവിൻ്റെയോ രാജ്ഞിയോടോ അനുമതി വേണമെന്ന നിബന്ധനയും കൂടെ ഉണ്ടായിരുന്നു. ഇത് മെൽപ്പാൻ്റെയും കത്തനാരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. റോമിലെ കർദിനാളന്മാരുടെ ഇരട്ടത്താപ്പും ഭയവും. റോമിലെ പ്രൊപ്പഗാന്ധാ അധികാരികളെ നേരിൽ കണ്ട് സത്യാവസ്ഥ ബോധിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. പല കർദിനാൾമാർക്കും മലങ്കരക്കാരുടെ പരാതികൾ സത്യമാണെന്ന് ബോധ്യമായെങ്കിലും മിഷണറിമാരുടെ പദവികൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അവർ സത്യം തുറന്നു പറയാൻ മടിച്ചു. ബൈബിളിലെ സാവൂൾ രാജാവിനും ദാവീദിനുമുണ്ടായ വൈരത്തെപ്പോലെയാണ് ഇവിടുത്തെ അധികാരിയുടെ മനോഭാവമെന്ന് പാറേമക്കൾ കത്തന നിരീക്ഷിക്കുന്നു. നാലാമത്തെ കാര്യം, കർദിനാൾ മറേ പോഷ്കിയുടെ സാക്ഷ്യം. മൽപ്പാൻ്റെ പഴയ ഗുരുവും മുൻപ് പ്രൊപ്പഗാന്ധാ സെക്രട്ടറിയുമായിരുന്ന കർദിനാൾ മറേ പോസ്കിയെ കണ്ടുമുട്ടിയത് ഒരു വലിയ ആശ്വാസമായിരുന്നു. മൽപ്പാൻ്റെ ബുദ്ധിശക്തിയെയും സ്വഭാവശുദ്ധിയെയും കുറിച്ച് അദ്ദേഹം കൂടെയുള്ളവർക്ക് സാക്ഷ്യം നൽകി. മോൺസിഞ്ഞോർ ബോർജിയയുടെ കെടുകാര്യസ്ഥതയിൽ അദ്ദേഹം അസംതൃപ്തി പ്രകടിപ്പിക്കുകയും മാർപ്പാപ്പയോട് സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എങ്കിലും പുതിയ മാർപ്പാപ്പയുടെ കാലത്ത് പഴയ കർദിനാളന്മാർക്ക് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നില്ല. അഞ്ചാമത്തെ ആശയം, പുതിയ നേതൃത്വവും ദൈവസഹായം പിള്ളയും. കർദിനാൾ കസ്തല്ലി മരിക്കുകയും പകരം അന്തോനെല്ലി വരികയും ചെയ്തപ്പോൾ കാര്യങ്ങൾ പഠിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ഈ സമയത്താണ് മലങ്കരയിൽ രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കാനായി കത്തനാർ ഒരു നിവേദനം തയ്യാറാക്കി നൽകിയത്. ദരിദ്രമായ മലങ്കര സഭയ്ക്ക് പണം മുടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കേസ് ഉപേക്ഷിക്കരുതെന്നവർ അഭ്യർത്ഥിച്ചു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. റോമിലെ ദുരനുഭവങ്ങൾ അറിഞ്ഞപ്പോൾ പോർച്ചുഗലിലെ സഹായിച്ച വ്യക്തി ആരാണ്? കയത്താനോസ് പാതിരി.
പോർച്ചുഗൽ രാജാവ് റോമിലെ തൻ്റെ സ്ഥാനപതിക്ക് നൽകിയ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? മലങ്കരയിൽ നിന്നും പ്രൊപ്പഗാൻഡ മിഷണറിമാരെ തിരിച്ചു വിളിക്കണം. കരിയാറ്റിൻ മെൽപ്പാനെ ഏത് സ്ഥാനത്തേക്ക് ഉയർത്താനാണ് രാജാവ് തീരുമാനിച്ചത്? മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക്. റോമിലെ അധികാരികളുടെ മനോഭാവത്തെ ഏത് ബൈബിൾ കഥയുമായാണ് കത്തനാർ താരതമ്യം ചെയ്യുന്നത്? സാവൂൾ രാജാവിന് ദാവീദിനുണ്ടായ അസൂയയും ഭയവുമായി. മലങ്കരയിലെ കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ സന്തോഷിക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഉപദേശിക്കുകയും ചെയ്ത റോമിലെ മെത്രാനാര്? മോൺസിഞ്ഞോർ യോർദാന. കർദിനാൾ മാറെ പോഷ്കി കരിയാറ്റിൻ മെൽപ്പാനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം എന്തായിരുന്നു? മെൽപ്പാൻ ബുദ്ധിശക്തിയും സത്യസന്ധതയുമുള്ള ആളാണെന്നും തെറ്റായ കാര്യങ്ങൾക്കായി ഇവിടെ വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോൺസിഞ്ഞോർ ബോർജിയയെ പ്രൊപ്പഗാൻഡ സെക്രട്ടറിയാക്കാൻ സഹായിച്ചത് താനാണെന്ന് അവകാശപ്പെട്ടത് ആര്? കർദിനാൾ മാറെ പോഷ്കി. കർദിനാൾ കസ്തല്ലിക്ക് ശേഷം പ്രൊപ്പഗാൻഡ തലവനായി വന്നത് ആര്? കർദിനാൾ അന്തോനെല്ലി. മലങ്കരയിലെ രക്തസാക്ഷിയായ ആരെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനാണ് അവർ നിവേദനം നൽകിയത്? ദേവസഹായം പിള്ളയെ. ദേവസഹായം പിള്ളയെ വിശുദ്ധനാക്കുന്ന കാര്യത്തിൽ കർദിനാളിനോട് പറഞ്ഞ പ്രധാന തടസ്സം എന്തായിരുന്നു? മലങ്കര സഭ ദരിദ്രമായതിനാൽ കേസ് നടത്താൻ പണം മുടക്കാൻ നിവൃത്തിയില്ല എന്നത്.